വിഴിഞ്ഞത്ത് സർക്കാർ നടത്തുന്നത് നാടകമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ തമസ്കരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗോളടിച്ചത് LDF സർക്കാർ ആയിരിക്കാം, എന്നാൽ ഹാഫ് ടൈമിലാണ് അവർ കളിയിലേക്ക് വന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. കാരണം പലവിധത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ഈ മദർഷിപ്പ് ഇവിടെ എത്താൻ ഇടയായത്. അവർ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ ഒരു വലിയ വിജയം എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ചിലപ്പം അവസാനത്തെ ഗോളടിച്ച അവരാണ് എന്നുള്ളത് കൊണ്ട് ഈ പന്തുകളിൽ അവർ പകുതി ഭാഗത്തുണ്ടായിരുന്നില്ല. ഹാഫ് ടൈം കഴിഞ്ഞാണ് അവരിതിനകത്ത് വരിക പോലും ചെയ്തത്. എന്നാലും അവരുടെ ഒരു പ്രത്യേക സ്വഭാവം വെച്ച് അതെല്ലാം ഞങ്ങളാണ് എന്നങ്ങ് പറയും. ഉദ്ഘാടന വേദിയിൽ എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ തിരുവഞ്ചൂരിന്റെ പ്രതികരണവും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് UDFന്റെ പ്രത്യേകമായ പ്രതിഷേധവും ഈ കാര്യത്തിലുണ്ട്. ഇതിൽ വേദിയിൽ പിണറായി വിജയൻ മറുപടി പറയാനുള്ള സാധ്യതയുണ്ടോ? വേണു, ഒരു വലിയ രാഷ്ട്രീയ കൗതുകമാണ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നത്. ഒരു വിവാദത്തിലേക്ക് ഈ വേദിയിൽ അതിന് അദ്ദേഹം മറുപടി പറയുമോ അതോ വേറൊരു ഘട്ടത്തിലേക്ക് അത് മാറ്റിവെക്കുമോ എന്ന് നമുക്കറിയില്ല. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ അദാനി പോർട്സിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞ് രാഷ്ട്രീയ നിറം കൊടുക്കാതെ പോകാനായിരിക്കും മുഖ്യമന്ത്രി ശ്രമിക്കുക എന്ന് വേണം കരുതാൻ. പക്ഷേ നമുക്ക് അറിയില്ല, സാധ്യത തള്ളിക്കളയാനും ആവില്ല. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം കടുത്ത തീരുമാനങ്ങൾ, കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സർക്കാർ അവഗണിച്ചു എന്നതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ UDFന്റെ ഒരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് UDFും രംഗത്തുള്ളത്. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത് ഈ ദിവസം മറ്റൊരു തരത്തിൽ പ്രകടിപ്പിക്കേണ്ടതില്ല എന്നതാണ് UDF കേന്ദ്രങ്ങളുടെയും തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി അത്തരം പ്രതിഷേധങ്ങളോട് അതുപോലെ തന്നെ UDF ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ന വിമർശനത്തിന് വേദിയിൽ മറുപടി പറയുമോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റു തരത്തിൽ നേരത്തെ അഖിൽ ഷാ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു ചില പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വികസനത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം എത്രത്തോളം ഉണ്ടാകും, അതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വേണം വിജയകുമാർ, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം നൽകിയത് ഒരുപക്ഷെ ആദ്യമായി രാജ്യത്ത് നൽകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനാണ്. ഇനിയിപ്പോൾ 2-3 ഘട്ട നിർമ്മാണങ്ങളുടെ ഭാഗം ഇനി നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതൽ സഹായങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഉറപ്പായും വേണു, അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വിഴിഞ്ഞം എന്നത് ഒരു തുറമുഖ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് തുറമുഖ അനുബന്ധ പദ്ധതികളുടെ ഭാഗമായി ധാരാളം നിക്ഷേപം വരാനുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ തുടർ നിക്ഷേപം നടത്തുകയും തുടർ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന് വേണം പൊതുവെ വിദഗ്ധർ വിലയിരുത്തുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഏതൊക്കെ തരത്തിൽ കേരളത്തെ സഹായിക്കും, ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയെ സഹായിക്കുമെന്നതും അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തുറമുഖം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാലും തുറമുഖാധിഷ്ഠിത പദ്ധതി, പ്രത്യേകിച്ച് അത് പൊതുമേഖലയിൽ എന്തെങ്കിലും പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ടോ, ആ നിലയിലൊക്കെയുള്ള സാധ്യതകൾ, ചർച്ചകൾ പുറത്തു നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തുറമുഖം വികസിക്കുന്നതിനനുസരിച്ച് നഗരത്തിൻ്റെ വികസനം, പശ്ചാത്തല സൗകര്യ വികസനമൊക്കെ നടക്കേണ്ടതുണ്ട്. അതുപോലെ ഇവിടേക്കുള്ള റോഡ് ഗതാഗതത്തിൽ കുറെ കൂടി വലിയ നിക്ഷേപം ആവശ്യപ്പെടുന്നുണ്ട് തുറമുഖ കമ്പനി. അപ്പോൾ അത്തരം സാധ്യതകൾ, അതൊക്കെ സംബന്ധിച്ചുള്ള തുടർ പ്രഖ്യാപനങ്ങൾ ഇന്ന് ഈ വേദിയിൽ നടത്തുമോ കേന്ദ്ര സർക്കാർ എന്നതാണ് അറിയേണ്ടത്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങളുടെ എന്തൊക്കെയാണ് അതിൽ മുൻഗണനാക്രമം എന്നതും കൂടി അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും നടത്തുന്ന നീക്കങ്ങളുടെ, ചർച്ചകളുടെ, പ്രഖ്യാപനങ്ങളുടെയൊക്കെ സൂചനകൾ ഇന്നത്തെ വേദിയിൽ ഉണ്ടായേക്കാം. അതും കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ്. വലിയ നിക്ഷേപം കഴിഞ്ഞ അടുത്ത 10 വർഷത്തിനിടയിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിൽ അടക്കം ഇവിടേക്ക് എത്തും എന്നതാണ് പൊതുവെ കരുതുന്നത്. ആ നിലയിൽ
നേരിട്ടും അല്ലാതെയുമുള്ള തൊഴിലവസരങ്ങളുടെ സാധ്യത അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വികസന പദ്ധതികൾ. അപ്പോൾ അക്കാര്യത്തിൽ എന്തായിരിക്കും കേന്ദ്ര സമീപനം എന്നത് അറിയേണ്ടതുണ്ട്. അതിൽ ഒരുപക്ഷെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ സർബാനന്ദ് സോനോവാൾ ഇന്ന് നടത്തിയേക്കും. അദ്ദേഹം തുറമുഖ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ഒരുപക്ഷെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പരിപാടികളിൽ ഒന്നുകൂടിയായിരിക്കാം ഇത്. അപ്പോൾ അതിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം? ഈ തുറമുഖ വികസനം എന്നത് വളരെ കാര്യമായി കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്നുണ്ട് എന്നാണ് പൊതുവെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ അവകാശവാദം, അല്ലെങ്കിൽ വകുപ്പുകളുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തോടുള്ള സമീപനം എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ എന്നത് അറിയേണ്ടതുണ്ട്. അതിൻ്റെ സൂചനകൾ ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ കാണാം, കേൾക്കാം എന്നാണ് കരുതുന്നത്. വേണു. ശരി, എസ് വിജയകുമാറും അഖിൽ ഷാൻസാറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം വിഴിഞ്ഞത്ത് ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.